വരട്ടാർ അദ്ദേഹം ഉന്നയിച്ച വിഷയം അതൊരു പരിസ്ഥിതി പ്രശ്നമാണ്. അതിലെന്ത് നിലപാട് സ്വീകരിച്ചു? ആ ആരോപണം, അദ്ദേഹം ഉന്നയിച്ച ആരോപണം, അതിൽ വസ്തുതയുണ്ടോ? അതുപോലെ ചെങ്ങന്നൂര് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നു. പഴയ പമ്പാ നദിയുടെ ചിത്രമൊക്കെ ചരിത്രമൊക്കെ നമുക്ക് അറിയത്തില്ലേ? ഇന്ന് ആ പമ്പാ നദിയുടെ മാറ്റമൊക്കെ ആർക്കറിയാം? വരട്ടാർ വിട്ടു. വരട്ടാറിൽ ഉത്തരവില്ല. അയ്യോ, വരട്ടാറിന്റെ പ്രശ്നമുണ്ട്. വരട്ടാറിൽ ഉത്തരവില്ല. അയ്യോ, വരട്ടാറിന് ഉത്തരവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ നദിയുടെ സുഗമമായ ഒഴുക്കിന് വേണ്ടി അത് വെള്ളം ഒഴുകാതെ പോയി. അത് അദ്ദേഹത്തിന് അറിയത്തില്ല, അവർക്കറിയാം. ആ വരട്ടാറില്ല അവിടെ. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ നേരത്തെ റിപ്പോർട്ട് വരട്ടാറ് കാട് പിടിച്ച് കിടക്കുക. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയതാണ്. മന്ത്രിയുടെ ബിനാമയാണ്. സഖാവ് എത്ര ചോദിച്ചാൽ ഈ ഉരുളത്തേ ഉള്ളൂ, കൃത്യമാണ്. അതിലെ മറുപടി പറയുന്നത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതൊക്കെ ജലസേന വകുപ്പ് ചെയ്യുന്ന കാര്യമല്ലെന്ന്. മന്ത്രിക്ക് എന്താ കാര്യം? ജലസേചന വകുപ്പ് ചെയ്യുന്ന കാര്യമല്ലേ? അതെ, കുറെ സമയം ചോദിച്ചോ. വരട്ടാർ എന്ന് പറഞ്ഞത് സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയായിട്ട് മാറി. അതായത് കാടും മേടും കയറി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വളർച്ച വിണ്ട് വരുന്ന കിടന്ന് കാട് കയറി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലിരുന്ന സാധനം ഗവൺമെന്റ് ഏറ്റെടുത്ത് വിശാലമാക്കി വെള്ളം ഒഴുകി തുടങ്ങി. അതിൽ കൂടെ എന്താ ചെയ്യേണ്ടത്? മണലൂറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണലെടുക്കാതെ മണ്ണെടുത്ത് മാറ്റാതെ വെള്ളം ഒഴുകുമോ? അയ്യോ, മണ്ണെടുത്ത് മാറ്റാതെ വെള്ളം ഒഴുകുമോ? ഇത്ര വികാരമായി പറയുന്ന ആളുകൾ, ഇത്ര വികാരമായി പറയുന്നവർ എന്തുകൊണ്ട് ചെങ്ങന്നൂർ ഇടത്താവളമായി അതിനൊന്നും ചെയ്തില്ല? റെയിൽവേയുടെ വികസനത്തിനൊന്നും ചെയ്തില്ല. ശബരിമല അയ്യപ്പന്മാരെ പുകഴ്ത്തി പറയുന്ന നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തോ? പറ. ഒരു കാര്യം എന്റെ സാറേ, ശബരിമല ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്, ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. പിന്നെ സുരേഷ് ഗോപി എന്താ പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പോകുന്നു? സുരേഷ് ഗോപി എന്താ പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. പറയൂ. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ അറിയാത്ത ആളാണ് കേന്ദ്രമന്ത്രി. ശബരിമലയിലെ കാര്യങ്ങൾ നടക്കുന്നത്. സുരേഷ് ഗോപിയോ നിങ്ങളുടെ കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ ശബരിമല ഏറ്റെടുക്കാൻ പോകുന്നു പറഞ്ഞില്ലേ? ഏറ്റെടുക്കാം. കേന്ദ്ര സർക്കാർ നടക്കാത്ത കാര്യം വല്ലതും പറയാവോ? നടക്കാത്ത കാര്യം വല്ലതും പറയുന്ന കാര്യമുണ്ടോ? നടക്കാത്ത കാര്യമല്ല. ശബരിമലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. അവിടെ നമ്മുടെ പ്രധാന പാത അവിടെ കരിങ്കൽ പാകുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് കള്ളം പറയുന്നതല്ല. നിങ്ങൾ അവിടുത്തെ ആശുപത്രി, ഈ ശബരിമലയിലെ വരുമാനം മുഴുവൻ അവിടുത്തെ സ്വർണ്ണക്കൊള്ള വരെ നടത്തി ശബരിമലയെ ഊറ്റിയെടുത്തിട്ട് കേന്ദ്ര സർക്കാർ അവിടെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ വങ്കത്തരമാണ്. ഞാൻ പറയട്ടെ, ശബരിമല ഒരു ആശുപത്രി ഉണ്ടോ? ഒരു കാര്യം കേട്ടില്ല, ഒരു മിനിറ്റ്. അവർക്ക് അറിയുന്നു ശബരിമല ആശുപത്രി ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ നേതാവായിട്ടുള്ള ചന്ദ്രാനന്ദന്റെ പേരിലുള്ള റോഡ് തന്നെ ശബരിമലയിലുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും പേരുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഗവൺമെന്റ് പേരിലുണ്ടോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നിങ്ങൾ അതിലൂടെ നടന്നു പോകുന്നത്, വിശ്വാസികളെല്ലാം നടന്നു പോകുന്ന റോഡാ PK ചന്ദ്രാനന്ദൻ റോഡ്. ഞങ്ങൾ അപ്പൊ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളെയും എല്ലാ പള്ളികളെയും സംരക്ഷിക്കുന്ന ആളുകളാ. തർക്കമൊന്നുമില്ല കാര്യത്തില്. പിന്നെ നിങ്ങളിപ്പോ വരട്ടാറിന് വേണ്ടി നിങ്ങൾ വർത്താനം പറയുന്നത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാ. നിങ്ങൾ അവർക്ക് വേണ്ടി വക്കാലത്ത് കയ്യേറിയിരിക്കുക. നിങ്ങൾ ചുമ്മാ ആൾക്കാരാ മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും അവരെ സമരം ആയിക്കോട്ടെ. ഇദ്ദേഹത്തിന് അറിയത്തില്ല, വരട്ടാറ് മുഴുവൻ കയ്യേറിയിരിക്കുക. ആ കയ്യേറ്റം ഒഴിപ്പിച്ച് അവിടുത്തെ കാട് വെട്ടിത്തെളിച്ച് ജലനിർഗമനം സുഗമമാക്കിയപ്പോ BJP-ക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം കയ്യേറ്റക്കാരല്ല അവരാണ്. ഇതല്ലേ വസ്തുത. അതിനാണിപ്പോ മണൽ കൊള്ള എന്ന് പറയുന്നത്. എന്ത് മണൽ കൊള്ളയാ? സർക്കാരാ മണലെടുക്കുന്നത്, സൈജരിയാനല്ല. അല്ല, നേരത്തെ ശ്രീ ശശികുമാർ നേരത്തെ ഇവിടെ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ല. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലേ, കട്ടിളപ്പാളി എല്ലാം ഇളക്കി കൊണ്ടുപോയി. ഇപ്പോഴും ആ തൊണ്ടിമുത കിട്ടിയിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് നിൽക്കുന്ന ആരാ? പത്മകുമാർ.
പത്മകുമാർ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അദ്ദേഹത്തെ ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്നുള്ള ഒരു പ്രസ് റിലീസ് വന്നതല്ലാതെ അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിലാണ് എഴുതിയത്. ഇത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി. ഇനിയിപ്പോൾ എന്ത് വിചാരണ നടന്നാലും ഇനിയിപ്പോൾ നിങ്ങളെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരൊറ്റ കാരണം കൊണ്ട് അകത്തു പോകുന്ന ഒരാളാണ് പത്മകുമാർ. അതുപോലെ തന്നെ ഒരു മിനിറ്റ് പറഞ്ഞല്ലോ. യെസ്. അപ്പോൾ നോക്കൂ, ആ വിഷയത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മാത്രം, അതായത് വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി എന്നല്ലാതെ എന്ത് ആത്മാർത്ഥമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്? ഒരു ഭാഗത്ത് പറയുന്നു വിശ്വാസികളോടൊപ്പം ആണെന്ന് പറയുന്നു. അങ്ങനെയാണല്ലോ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് പമ്പയിൽ. എന്നിട്ട് എന്തുണ്ടായി? എന്ത് റിസൾട്ട് ഉണ്ടായി? ഹൈക്കോടതി വടിയെടുത്തില്ലേ? കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിച്ചോ? ഇത് പറയട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന കാര്യമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബെഞ്ച് എൻ്റെ മുന്നിലെ വിഷയമാണത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്താ? ഞാൻ പറയട്ടെ, SAT അന്വേഷണം നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം ആവശ്യമാണ്. കോടതി പറയട്ടെ. നമുക്ക് ഞാൻ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഞങ്ങൾക്ക് വെപ്രാളം. ഞങ്ങൾ അന്ന് ഇന്നും പറഞ്ഞല്ലോ, ഇനി പത്മകുമാറാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ വാസുവാണ്, ആരും ആയിക്കോട്ടെന്ന്. ഞങ്ങൾ ആരുടെയും വക്കാലത്ത് പിടിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതല്ല, എന്താണ് ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് കുറ്റക്കാരൻ പറയാനൊക്കില്ല. പറയട്ടെ. അങ്ങനെയാണ് ഞാൻ തന്ത്രി, നിങ്ങൾ കുറ്റക്കാരനെ പറയാൻ തന്ത്രി മാസം ഒപ്പിട്ടിട്ടില്ലേ? തന്ത്രി മാസം പറയുന്നതാ ഒപ്പിട്ടില്ലേ? തന്ത്രിയല്ലേ മാസത്തിൽ ഒപ്പിട്ട്? തന്ത്രി നിങ്ങൾ പറഞ്ഞല്ലോ, കുറ്റക്കാരൻ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഒരാളും കുറ്റക്കാരല്ല. ഇതാണ് നിയമത്തിൻ്റെ മുന്നിലും എല്ലാവരും കാണുന്നത്. ധാർമ്മികത പ്രശ്നമല്ല ഇവിടെ. ബഹുമാനപ്പെട്ട അന്വേഷണ ഏജൻസി ആരൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് കുറ്റപത്രത്തിലൂടെ കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ അതിനെതിരെ കൊണ്ടുപോയ സ്വർണ്ണം ഇവിടെ, തൊണ്ടി മുതൽ ഇവിടെ, അതൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കോടതി പറഞ്ഞല്ലോ ശാസ്ത്രീയമായി. ഇത് ഓരോ ദിവസം കഴിയും തോറും സങ്കീർണമാണ് ഈ പ്രശ്നം. അത് മനസ്സിലായി. ബഹുമാനപ്പെട്ട കോടതി ഓരോ ദിവസം കഴിയും തോറും പത്മകുമാർ ഉൾപ്പെടെയുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരെങ്കിലും പത്മകുമാരനെ ന്യായീകരിച്ചിട്ടുണ്ടോ? പത്മകുമാറിന്റെ കുറ്റക്കാരനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ അയാളെ പാർട്ടി പരിപാടി ഒന്നും പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ കുറ്റപത്രം വരുമ്പോ പത്മകുമാറാണോ ആരായിക്കോട്ടെ, ഞാൻ ചോദിച്ചു, അവിടെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെന്ന് മാർക്സിസ്റ്റുകാരിലെ എല്ലാം മറ്റേ കോൺഗ്രസ്സുകാരാണല്ലോ, അറിയാലോ. അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസ് UDന്റെ നേതാക്കന്മാരിലായിരുന്നു. ബാബു കോൺഗ്രസിന്റെ നേതാവാണ്. തീർച്ചയായിട്ടും അവരൊക്കെ അതിന്റെ സംഘടന ആൾക്കാർ. ഞാൻ ബാബു കോൺഗ്രസിന്റെ നേതാവാണോ? എന്താ ആരാ കോൺഗ്രസ്സുകാരനാണോ? ആരാ പറ ആരാ? അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ബാബുവിനെ ആരാ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നാരാ? അല്ല, ഞങ്ങളുടെ പ്രസിഡന്റുമാരാ. അത് ശരിയാണ്. പക്ഷേ പ്രസിഡന്റ് ഭരിച്ചപ്പോഴാണോ അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ഗൺമാനായിരുന്ന മുരാരി ബാബുവിനെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് മാർക്സിസ്റ്റുകാർ ഭരിച്ചപ്പോഴാണോ? അദ്ദേഹത്തിന് എന്തിനാണ് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തത്? അതാ ഞാൻ ചോദിച്ചത്. ആരാ കൊടുത്തത്? വെറും ഗൺമാനായിരുന്ന ഈ ആളെ ഇത്രയും വലിയ പദവി കൊടുത്തത് ആരാ? പത്മകുമാറിന്റെയും വാസുവിന്റെയും കാലത്തല്ലേ അദ്ദേഹം എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചത്? ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവരാരും വെള്ളപൂശാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ. പത്മകുമാർ തെറ്റ് ചെയ്യില്ലെങ്കിൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും. അതിന് ഞങ്ങൾക്ക് രണ്ട് പക്ഷമില്ലെന്നേ. ഞങ്ങൾ ആ കാര്യത്തിൽ അന്ന് ഇന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ആരാണ് കുറ്റക്കാർ അവരെ നിയമത്തിന് ശശികുമാർ എല്ലാവർക്കും പറയാവുന്നതാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു തരി പോലും നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ. പക്ഷേ അല്ല, ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശശികുമാർ, ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്.